മഹാദേവ് വല്ലാഫിസ്. ഇന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ സുഖമായിരിക്കും, നിങ്ങൾ വിചാരിക്കോ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാന്ന്. അതുകൊണ്ട് അതെൻ്റെ ശീലമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇന്ന് ഞാൻ പക്കോടി ഉണ്ടാക്കാം. പക്കോടി നിങ്ങളിവിടെ എന്താ പറയുക? പക്കോട, പക്കവട, പക്കവട അങ്ങനെ പറയാം. ഞങ്ങൾക്കിത് പക്കോടി, ചെറിയ പക്കോടി, ചെറിയ പക്കോട, വല പക്കോട അങ്ങനെയാണ്. നല്ല നല്ല എന്താ പറയുക ഉണ്ടാവും. കടലമാവാണ്, കടലപ്പൊടിയാണ്, ഇത് കടലമാവാണ്, അങ്ങനെയല്ലേ പറയുക. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല ഇതാക്കണം. ഇങ്ങനെ വീഴണം. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നേ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ ഒരേ സൈഡ് ഇങ്ങനെ ഇങ്ങോട്ട് കറക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകരുത്, ഇങ്ങനെ തന്നെ കറക്കണം. അങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ ഇന്ന് എനിക്ക് പക്കോടി തിന്നാൻ തോന്നുന്നത്. അപ്പോൾ പിന്നെ വെച്ച് ഉണ്ടാക്കാൻ 4 മണിയല്ലേ, 4 o'clock ചായ കുടിക്കൂലേ? അല്ലെങ്കിൽ ചായ ഒന്നും കുടിക്കൂല എപ്പോഴെങ്കിലേ ഉള്ളൂ അങ്ങനെ. അപ്പം എല്ലാവർക്കും ഓയിൽ വേണ്ട എന്ന് പറയുക ചെയ്യുക. പക്ഷെ ഓയിലില്ല ഭക്ഷണം സുഖമില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് പ്രശ്നവുമാണ് അല്ലേ? അതെന്താ ഇങ്ങനെ കഴിക്കുന്നത്? കൈക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളരെ സ്ലോ ചെയ്യുന്നത്. കണ്ടോ, അങ്ങനെ വരുന്നില്ലേ? ഇങ്ങനെ നൈസ് വളരെ ഇതില്ലേ പറയാൻ പറ്റുന്നില്ല. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാക്കിയാൽ മതി. എനിക്ക് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയോ, ഈ പക്കോട ഉണ്ടാക്കൂലേ, അതിലേക്ക് ഈ ആ മാവിങ്ങനെ ഈർന്നത് പോലെ ഉണ്ടാവും. നല്ല ഫാറ്റിന് ഹിന്ദി പറയാം, നല്ല ഫേട്ടോ എസ്ത്രസ്. മലയാളത്തിൽ എന്താ പറയാൻ എനിക്ക് അറിയില്ല. ഇങ്ങനെ ചെയ്യാൻ പറയാം. ഇങ്ങനെ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതാണ് ഉള്ളി, മല്ലിച്ചപ്പ്, പിന്നെ എന്താ പറയുക, ഇഞ്ചി ആൻഡ് മുളക്, ഇതൊക്കെ തന്നെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെയ്തിട്ട് എന്നിട്ട് ബനായെങ്കിൽ ഉണ്ടാക്കും, കഴിക്കും.